ഓക്കെ സാർ ഒന്നുകൂടെ റെഡി. സാർ ഉദ്ദേശിച്ചത് എന്താന്ന് സാറ് പറഞ്ഞല്ലോ, പിന്നെ അത് തന്നെ പറയണ എന്തിനാ? സാർ പ്ലീസ് എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കരുത്. ഓക്കെ സാർ. റോൾ ക്യാമറ ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, എന്തിനെങ്ങനെ പറയണത്? സാർ ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിന്റെ വികാരം അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഇനി നോർമൽ ആയിട്ട് പറഞ്ഞാൽ മതി. ഇച്ചിരി കുറക്കി. റെഡി. ടച്ച് അപ്പ്. ഓക്കെ, ആർട്ടിസ്റ്റ് റെഡി. സാർ ക്യാമറ റോൾ ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചില്ലിക്കാശിന് വിലയില്ലാത്ത സാധാരണ പെണ്ണായിരിക്കും ഞാൻ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ വസുന്ധര, വസുന്ധര ദേവി. എന്ത് സാർ കട്ട് പറയാത്തെ? എന്ത് കട്ട് പറയണം? അല്ല, നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കൂ. അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ അഭിനയിക്കൂ? സാർ ഞാൻ സാധാരണ പോലെയല്ലേ അഭിനയിക്കുന്നത്? സാധാരണ പോലെ അല്ല അഭിനയിച്ചത്. നിങ്ങൾ കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോൾ കറക്റ്റ് ആയിരുന്നല്ലോ, വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചല്ലോ. സാർ ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലണ്ടേ? ആ ക്യാരക്ടറിന് എന്ത് മാനസികാവസ്ഥ? സാർ ഇങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് സാർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറയൂ, എന്താണ് ആ ഇൻവോൾവ്മെന്റ്? സാർ ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ ദേഷ്യവും അഹങ്കാരവും നിറഞ്ഞതല്ലേ? അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കഥയാണ്. ഇപ്പൊ നിരഞ്ജൻ ആരാണ്? നിരഞ്ജൻ ഏതോ സമയത്ത് വളരെ ചെറുപ്പത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായി, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ സാർ, പ്രണയിച്ചിട്ട് തേച്ചിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവില്ല. അതെ, അത് നിങ്ങൾ ഉണ്ടാക്കിയ കഥയാണെന്ന്. സീരിയലിലെ കഥ ഇല്ല. ഇവിടെ നോർമലായിട്ട് പറഞ്ഞാൽ മതി. അതിൽ എത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവില്ല ആളുകൾക്ക്. അത് മനസ്സിലാവാത്തത് എന്താണ്? എത്ര നേരമായിട്ട് വായിട്ട് അലച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് 10-32 സീൻ എടുത്ത് തീർക്കാനുണ്ട്. ഇനി വല്ലതും നടക്കുവോ? ബ്രേക്ക്. കണ്ടു. അതേ, അതൊക്കെ അങ്ങ് വിട്ടുകളാ. ഞാൻ അപ്പോഴത്തെ ഒരു ടെൻഷൻ കൊണ്ട് അങ്ങനെ പറഞ്ഞതാ. 10-32 സീനുകൾ എടുത്ത് തീർക്കാനുണ്ട്. അതിൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞത് വിചാരിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ഷെഡ്യൂളിൽ നീ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചതാണല്ലോ. എന്താ പിന്നെ പറ്റിയത്? വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം? എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പിന്നെ എന്താ പറ്റിയത് നിനക്ക്? സാർ എനിക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞു തന്ന എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ ആക്ട് ചെയ്തത്. അവരോ? ആര്? കഴിഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് ആക്ട് ചെയ്തെന്ന്. ഓ, നന്നായി അഭിനയിച്ചിരുന്നു. ഞാനിപ്പോൾ ഈ അഭിനയം ഒന്നും പഠിച്ചിട്ടില്ല സാറേ. അപ്പോൾ അഭിനയം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമെന്നോർത്ത് ഞാനൊരു ആക്ടിങ് സ്കൂളിൽ പോയി. അവർ പറഞ്ഞു തന്ന എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ ആക്ട് ചെയ്തത്. പക്ഷെ സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഏത് സ്കൂളിലാണ് പോയത്? സുഗതൻസ് ആക്ടിങ് സ്കൂളിൽ. അല്ല, സ്റ്റുഡൻസിന് താല്പര്യമാണെങ്കിൽ നമ്മൾ ശനിയും ഞായർ ക്ലാസ് വയ്ക്കും. അതിന് സ്പെഷ്യൽ ഫീസ് വരും. അതെ, ഓ ശരി. പുതിയ അഡ്മിഷന് വേണ്ടി വിളിച്ചതാണ്. ഒരുപാട് സ്റ്റുഡൻസാണ് ഇവിടെ ചേരാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത്. ഇവിടെ അഡ്മിഷൻ കൂടും.
കാരണം എന്താ? മൈസൂർ മന്മഥന്റെ ട്രെയിനിങ്ങിന്റെ മിടുക്ക്. തൻ്റെ ട്രെയിനിങ്ങിൻ്റെ മിടുക്ക് പറയാനപ്പോൾ തന്നെ ഞാൻ വിളിപ്പിച്ചത്. എന്തേ? എടോ, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് മതിപ്പുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഇവിടുന്ന് പഠിച്ചു പോയ സ്റ്റുഡൻസിൽ പലർക്കും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. എന്തേ മോശാഭിപ്രായം പറയാൻ കാര്യം എന്താണ്? ഇവിടെ ചേർന്ന സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? കൃത്യമായ സിലബസ് പ്രകാരം ക്ലാസ് എടുക്കുമെന്നല്ലേ പറഞ്ഞത്? ആ സിലബസ് ഫോളോ ചെയ്യുന്നില്ലെന്നാണ് പിള്ളേരുടെ പരാതി. അങ്ങനെ പരാതി പറയാൻ കാരണം? പരാതി പറയാതിരിക്കുമോ? നമ്മൾ അഭിനയം, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ക്യാമറ പോട്ടെ, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ക്ലാസ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നോ? ഇന്ന് വരെ ആരെങ്കിലും ഒരാൾ ഇരിക്കണം ഇയാളല്ലേ പറഞ്ഞത് സിനിമാ മേഖലയിലെ എല്ലാവരായിട്ട് ബന്ധാണെന്ന്? എന്താ സുഖമായിട്ട് അങ്ങനെ പറയണത്? ഞാൻ ആരെയും വിളിക്കാഞ്ഞിട്ടാണ്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിനെ വിളിച്ച്, മോഹൻലാലിനെ വിളിച്ചു, സുരേഷ് ഗോപിനെ വിളിച്ചു, സുരാജിനെ വിളിച്ചു, ഷാജോണിനെ വിളിച്ചു. ഇത് പോരാഞ്ഞിട്ട് തമിഴിൽ നിന്ന് വിളിച്ചു, ധനുഷിനെ വിളിച്ചു, ഡയറക്ടർ വെങ്കടേഷിനെ വിളിച്ചു, വിജയകാന്തിനെ വിളിച്ചു, ഇനി ഹിന്ദിയിൽ നിന്ന് ഷാരൂഖിനെ, അമിതാഭിനെ വിളിച്ചു. എന്നിട്ട് എന്താ പറയണവര്? എന്തെങ്കിലും പറയാൻ ഫോൺ എടുക്കണ്ടേ? അല്ലേ? നിങ്ങളുടെ ഫോണിന്ന് വേറെ ആളുടെ ഫോണിന്ന് വിളിച്ചോക്ക്, വേറെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ് വിളിച്ചോക്ക്. ഇതിപ്പോ നിങ്ങളാന്ന് അറിയണ്ടാവും ചിലപ്പോ അവർക്ക്. അതെ അതെ അതെ, എന്റെ ഹോളിവുഡ് മോളിവുഡ് ബന്ധം ഇയാൾക്ക് അറിയില്ലല്ലോ, പിന്നെ ഇയാൾ അങ്ങനെ സംസാരിക്കല്ലേ? നിങ്ങൾ തർക്കിക്കാതിരിക്കേ. സാറ് എന്നോട് പറഞ്ഞ എന്താണ്? അഭിനയ കളരിയാണ് പിന്നെ ഏൽപ്പിച്ചിട്ട് അല്ലേ? അത് ഞാൻ വൃത്തിയായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യണുണ്ട്. ഇനി പേരും മേലെ എന്താ കാണിക്കണേ? ബാക്കിയൊക്കെ മൂപ്പരെ ഏറ്റെടുത്തല്ലേ ചെയ്യട്ടെ. എനിക്കറിയാവുന്ന എല്ലാ മേഖലയിലുള്ള ജാലവിദ്യകളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാലവിദ്യ അല്ലല്ലോ ഇവിടെ പഠിക്കാൻ പറ്റുന്ന കുട്ടികള്. ഇതെല്ലാം ഒരു കലയാണ്. തർക്കിക്കല്ലേ? തർക്കിക്കല്ല. ഞാൻ പറഞ്ഞ ഇത്രയും ഫേമസ് ആയവരൊന്നും വേണമെന്നില്ല. എന്നാൽ ഈ സിനിമാ മേഖലയും അഭിനയമൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കേ. ഇദ്ദേഹം വന്നപ്പോ പറഞ്ഞ എന്താണ്? ഓരോ പ്രാവശ്യവും ഇദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള ഓരോ ആളുകളെ ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞാണ് അല്ലേ? അതിന്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ടവർ ചെയ്യട്ടെ. ശരി, അല്ലെങ്കിൽ ഇപ്പൊ വലിയ ബഹളം വയ്ക്കണ്ട. അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി ഞാൻ കൊണ്ടുവരും. മതി. ആര്? ബാസി പ്ലാങ്കവിള. ബാസി പ്ലാങ്കവിള മൂപ്പരെന്തിന്റെ ആളാ? അയ്യോ, ബാസി പ്ലാങ്കവിള അറിയിച്ച് പറയും. ഞങ്ങൾക്ക് അറിയണ ഒരാളല്ലേ? ഡയറക്ടറാണോ നടനാണോ? എന്റെ സുഖതേട്ട തുമ്പപ്പൂ കൊണ്ട് തുലാഭാരത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്യണതല്ലേ? തുലാഭാരം നടത്തുന്ന ആ ത്രാസില് അതിലെപ്പോഴും സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന ബാസിയാണല്ലോ എപ്പിസോഡിലും. ആൾക്കാർക്ക് അറിയണ്ടേ? അങ്ങനത്തെ ഒരാളിപ്പോ പറയുമ്പോ പേര് പറയുമ്പോ നമുക്കൊക്കെ മനസ്സിലാവണ്ടേ? 10 3 പേർക്കെങ്കിലും അറിയണ്ടേ? ഇവിടെ കൊണ്ടുവരുമ്പോ പിള്ളേർക്ക് അറിയാൻ നോക്കിയാൽ മതി. ഈ ബാസി ആവുമ്പോ എന്റെ ഒറ്റ വിളി മതി, അപ്പൊ ഫോൺ എടുക്കുകയും ചെയ്യും. എടുക്കും. ബാസി ഓസിക്ക് എന്ത് കിട്ടിയാലും വരും. അല്ലാണ്ട് ഇപ്പൊ സത്യം. ഹലോ, ഏത് സത്യൻ? സത്യ സാറോ? എന്താ സാർ? ഭംഗിയായിട്ട് പോണു സാർ. പിന്നെന്താ സാർ, സാർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് സ്വാഗതം. ഞങ്ങൾക്കല്ലേ സന്തോഷം സാർ. എപ്പോ വേണമെങ്കിലും സാറിന്റെ സൗകര്യത്തിനനുസരിച്ച് സാർക്ക് ഇങ്ങോട്ട് സ്വാഗതം. ശരി സാർ.